ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാങ്ങ സീസണാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ കൂടി മാങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ അയൽവക്കത്തെങ്കിലും മാങ്ങ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ മാങ്ങ എടുത്തിട്ട് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കഷ്ണമൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ നല്ലൊരു അടിപൊളി കറിയാട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്നും ഇതിലെന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളതും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി കറിയാണ്. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും അതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കടുകും ഉലുവയും നല്ലോണം പൊട്ടി വരട്ടെ. അത് പൊട്ടി വന്നിട്ട് ഞാനിതാ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ മാങ്ങ ഇങ്ങനെ തന്നെ കഷ്ണം വെട്ടിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനിതാ 1 സ്പൂണ് മുളകും പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു സ്പൂണ് ചെറിയ ജീരകം കേട്ടോ. അത് പൊടിയായാലും കുഴപ്പമില്ല, എൻ്റെയൊക്കെ പൊടി കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തേക്കാണ്. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ മുളകും പൊടിയും മസാലപ്പൊടിയുടെ ഒന്ന് എണ്ണയിൽ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ മാങ്ങ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കറിയാണിത്, എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. ഞാൻ മാങ്ങ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അച്ച് വെല്ലം, 4 മാങ്ങക്ക്, ചെറിയ മാങ്ങ കേട്ടോ, ആ 4 മാങ്ങക്ക് ഞാൻ ഒരു വെല്ലം അച്ച് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇതാ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ മാങ്ങയും വെല്ലമൊക്കെ അതിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ മാങ്ങ ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ മാങ്ങ ശർക്കര ഇഷ്ടമാവും. നമുക്ക് ചോറിൽക്കും എന്ത് വെറുതെ വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഒരു പണിയില്ല കേട്ടോ. ഇതിലൊന്നും ചേർക്കാനില്ല, അധികം നമ്മളെ കയ്യിലുള്ള മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. മാങ്ങ ശർക്കരയും കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.